ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ വലിയ തകർച്ചയിലേക്കാണ് ക്രമസമാധാനം നീങ്ങുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമുള്ളത്? ഒരടിസ്ഥാനമില്ലാതെ വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ RSSൻ്റെ നേതൃത്വവുമായിട്ട് BJPയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ. ഗവർണർ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ചാൻസലർ എന്ന് പറയുന്നതും അതേപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു സ്ഥാനമാണ്. ആ രണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളോടും പ്രസ്ഥാനങ്ങളോടും ജനാധിപത്യ സംവിധാനത്തോടും ഭരണഘടനയോടും അദ്ദേഹം പുലർത്തേണ്ടുന്ന ശരിയായ നിലപാട് എന്താണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അടുത്തതെന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്താനുള്ള ഫലപ്രദമായ നീക്കമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേരളത്തിന് ഏശാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടുത്തിയിട്ട് ഈ കേരളത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാവ്യവൽക്കരിക്കാൻ RSSൻ്റെയും BJPയുടെയും നിലപാടുകളിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഗവർണർ ധരിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഭീഷണിക്ക് വഴങ്ങാൻ കേരളം ഇടതുപക്ഷ ഗവൺമെൻറ്റും തയ്യാറില്ല, ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ മുന്നണി ഒന്നും തന്നെ തയ്യാറില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ല, ഒരാൾ നിലയിൽ മാത്രം തകർന്നാൽ പോരല്ലോ, തകരുന്നത് വസ്തുനിഷ്ഠമായിരിക്കണ്ടേ. എവിടെയാ ക്രമസമാധാന നില തകർന്നിട്ടുള്ളത്? കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂരിൻ്റെ സ്ഥിതി എന്താ? നിങ്ങൾ ചോദിക്കണ്ടേ, പത്രക്കാർ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ക്രമസമാധാനം തകർന്നത് കേരളത്തിൽ, മണിപ്പൂർ എന്താ സംഭവിച്ചിട്ടുള്ളത്? എന്നിട്ട് ആ ഗവൺമെൻറ് നിലനിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇമാതിരിയുള്ള വർത്തമാനം പറഞ്ഞിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്കൊന്നും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് SFI ഒരു സ്വതന്ത്ര ജനാധിപത്യ പ്രസ്ഥാനമാണ്, അതിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. ആ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുകയാണ്. എന്ത് തോന്നിയാസവും പറയുന്ന ഒരു നിലപാടിലേക്ക് ഒരു ഗവർണർ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് രാജ്യത്തിന്. അപ്പോൾ തികച്ചും തെറ്റായ നിലപാട് സ്വീകരിക്കുക, ജനാധിപത്യപരമായ മര്യാദകളൊന്നും പാലിക്കാതിരിക്കുക, കുട്ടികളെ ഉൾപ്പെടെ പ്രകോപിതമാക്കുക, എന്നിട്ട് സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ സമാധാനം തകർന്നിരിക്കുന്നു എന്ന് പ്രചരണം നടത്തുക, എല്ലാം ഗവർണറുടെ മനസ്സിലിരിപ്പാണ്. ആ മനസ്സിലിരിപ്പ് കൊണ്ട് അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വേണ്ട. കേരളത്തിൽ ഒരു ക്രമസമാധാന നിലക്കും യാതൊരു പ്രശ്നവുമില്ല. വളരെ ഫലപ്രദമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില ഉറപ്പുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നാൽ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും. പ്രതിഷേധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതിഷേധിക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗവർണർ ബോധപൂർവം കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗവർണർ ഇപ്പോൾ നടത്തുന്നു അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ല എന്ന വിമർശനം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ.